അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 55, 56 വായിക്കാം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തേഫാനോസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തനെ കുറിച്ചാണ് നമ്മൾ ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വ്യത്യസ്തനായ ഒരു അഭിഷിക്തനാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് അനവധി അഭിഷിക്തന്മാരുണ്ടെങ്കിലും അതിൽ വ്യത്യസ്തനായി പെട്ടെന്ന് മറഞ്ഞുപോയ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് അദ്ദേഹം. തേജോമയനായ ദൈവത്തെ കാണാനിടയായി. പ്രൈസ് ലോർഡ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് സ്വർഗം തുറന്നിരിക്കുന്നത് വലിയൊരു കാഴ്ച കാണാനിടയായി. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് ആ മരണസമയത്തും ഇവരുടെ ഈ പാപം ഇവർ നിർത്തരുത് എന്ന് നിലവിളിച്ച ഒരു അഭിഷിക്തനാണ്. വ്യത്യസ്തനായ ധീര സാക്ഷിയാണ് സ്തേഫാനോസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു സാധാരണ വ്യക്തികൾക്ക് ഒരിക്കലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതികൂലങ്ങളോ ഇതുപോലെയുള്ള കല്ലെറിഞ്ഞ് കൊല്ലുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും പറയാത്ത വാക്കുകളാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ പറയുന്നത്. യേശുക്രിസ്തു പോലും ഒരിക്കലും പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. അത് പക്ഷേ സ്തേഫാനോസ് പറഞ്ഞത് ഇവർ ഈ പാപം നിർത്തരുത് എന്നാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അത്രയും വലിയ ഫെയ്ത്ത്, വിശ്വാസം, പ്രത്യാശ, താൻ ആരെയാണ് സേവിക്കുന്നതെന്നുള്ള ഭയങ്കര വിശ്വാസം, താൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുമെന്നുള്ള ഭയങ്കരമായൊരു പ്രത്യാശ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് അത്രത്തോളം വലുതായതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ പാപം ഇവർ നിർത്തരുതേ. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സ്തേഫാനോസിനെ പോലെയുള്ള വലിയ പ്രത്യാശ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനേക്കാൾ ഭയങ്കര ഒരു ആ ധൈര്യം, ആ പ്രതിസന്ധിയെ നടുവിൽ സ്തേഫാനോസ് പറയുകയാണ്, ഈ പാപം ഇവർ നിർത്തരുത്. കാരണം എനിക്ക് എത്രയും വേഗം എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോകണം. ഈ പാപം നിർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ മരിക്കത്തില്ല. കാരണം ഈ ഭൂമി ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോകാൻ അവരുടെ വെമ്പൽ കൊള്ളുന്ന ഒരാത്മാവുള്ളവനായി അദ്ദേഹം മാറാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിക്കാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവന്മാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമസഭ ആരംഭിച്ചപ്പോൾ 120 പേരിലാണ് ആരംഭിച്ചത്. എത്ര പേരിൽ? 120 പേർ ഒരുമിച്ച് ആ മാർക്കോസിന്റെ മാളിക മുറിയിൽ ആരംഭിച്ചതാണ് ഒരു പുതിയ നിയമ ശുശ്രൂഷയുടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രാപിച്ച ദൈവത്തിൻ്റെ കൂടെ നടന്ന 120 പേരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കണം. പ്രൈസ് ലോർഡ്. എൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതനുസരിക്കാൻ അവർക്ക് ഒരു മനസ്സുണ്ടായി. സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ലഗ്യോൻ എന്ന് പറയുന്ന ആ പിശാച് ബാധിച്ചപ്പോൾ എത്രയോ ആയിരക്കണക്കിന് ഭൂതമാണ് മനുഷ്യൻ്റെ അകത്തിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരു 5 പേര്, ഒരു മനുഷ്യർ ഒരു 10-ഓ 15-ഓ പേര് ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭൂതത്തിന് വേണമെങ്കിൽ ഇരിക്കാം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര വേണമെങ്കിലും. എന്നാൽ മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ 10 ദിവസം ഈ മനുഷ്യർ ഒരു വിഷയവും ഇല്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ഏതൊരു വിധത്തിലുള്ള ഭിന്നതയില്ലാതെ, മത്സരമില്ലാതെ കാത്തിരിക്കാൻ തയ്യാറായതിൻ്റെ പുറകിൽ അവരെ ദൈവത്തിൻ്റെ ആലോചന കേട്ടതുകൊണ്ടും ദൈവം ഇരുത്തിയത് കൊണ്ടാണ് അവരിരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇതിനകത്ത് വന്നതും ഇരിക്കുന്നതും നമ്മുടെ ഇഷ്ടമല്ല, ചിത്തമല്ല. ഞാൻ വന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നതല്ല. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതിനകത്തിരിക്കുന്നത്. ഒരു വലിയ തിരഞ്ഞെടുപ്പ് നിൻ്റെ അകത്തുണ്ട്. എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ സാധിക്കും, ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, ദൈവം എന്നെ തിരഞ്ഞെടുത്ത്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഉറപ്പുള്ള എത്ര പേരുണ്ട്? കരങ്ങൾ അടുത്തിരിക്കുന്ന ഒരു ധൈര്യത്തോടെ കൊടുത്ത് പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനല്ല, കർത്താവാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്തു എന്നല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുള്ളവനെ കണ്ടാൽ അറിയാം. അവനൊരു ആകാംക്ഷയുണ്ട്, അവൻ്റെ വിശ്വാസം ഭയങ്കരമാണ്, അവൻ്റെ ആരാധന ഭയങ്കരമാണ്, അവൻ്റെ പ്രത്യാശ ഭയങ്കരമാണ്, അവൻ്റെ ആവേശം ഭയങ്കരമാണ്, അവൻ്റെ തീഷ്ണത ഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകുന്നവനല്ല, അതിൻ്റെ നടുവിലും അവൻ വീറോടുകൂടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അത് ചാവേറുകൾ എന്ന് പറയും. സാധാരണ മനുഷ്യർ പറയുന്ന കാര്യമാണ് ചാവേറുകൾ. ഈ ലോകത്തിലെ പല സംഘടനകളുണ്ട്, അതിനുവേണ്ടി സ്വയം ചാവേറുകളായി മാറുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒന്നും രക്തസാക്ഷി മണ്ഡപമൊക്കെ വെച്ച് കെട്ടിയവർ. പക്ഷേ കർത്താവിന് വേണ്ടി ചാവേറുകളാകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ വ്യത്യസ്തരാണ്. അവർ ഭൂമിയിൽ വെച്ച് അവസാനിക്കുന്നതല്ല, അവർ നക്ഷത്രങ്ങളെ പോലെ ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഹല്ലേലൂയ. അതാ വചനം പറയുന്നത്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ കുറിച്ച് ദൈവം പറയുകയാണ്, നീ നക്ഷത്രം പോലെയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കൂട്ടം പേരെ ദൈവം അങ്ങോട്ട് തിരഞ്ഞെടുത്ത് അവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ദൈവന്റെ സന്നിധിയിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. 10 ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാധാരണമായ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. അതേ സ്ഥലത്ത് അടുത്ത് തന്നെ ആലയം, യെരൂശലേം ദേവാലയത്തിനകത്ത് പെന്തക്കോസ്ത് നാള് ഒരു പെരുന്നാൾ ആഘോഷം നടക്കുകയാണ്. അതുകൊണ്ട് 10-18 രാജ്യങ്ങളുടെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാധാരണ ഞായറാഴ്ച ക്രിസ്ത്യാനികളെ പോലെ ക്രിസ്ത്യാനികളായി പേര് കേട്ട കുടുംബത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തികൾ, സംഘടനയിൽ വിശ്വസിക്കുന്നവർ, ആശ്രയിക്കുന്നവർ, അവർ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ആരാധിക്കുന്ന ആൾക്കാരായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കാനല്ല, ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ വരുന്ന ആൾക്കാരുണ്ട്. അതാണ് ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്നാണ് അവർ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ നമുക്ക് കാണുമ്പോൾ അറിയാം, വന്ന് കസേരയിൽ ഇരിക്കും, 1-1.5 മണിക്കൂർ ഇരിക്കുന്നതിനിടയിൽ 100 പ്രാവശ്യം അവരുടെ വാച്ചിൽ നോക്കും. അത് ഒന്നാമത്തെ സൈനാണ്. അവൻ പേര് കൊണ്ട് ക്രിസ്ത്യാനിയാണ്, ദൈവവുമായിട്ടൊരു ബന്ധമില്ല. അടുത്തിരിക്കുന്ന ആരെങ്കിലും 100 പ്രാവശ്യം വാച്ചിലും നോക്കി, സമയവും നോക്കി, അങ്ങോട്ടും നോക്കി, ഇങ്ങോട്ടും നോക്കി, തൂണിലും നോക്കി, അവിടെയൊക്കെ നോക്കി ഇരിക്കുകയാണെങ്കിൽ നീ മനസ്സിലായിക്കൊള്ളണം, സംഭവം അകത്തൊന്നും ഇല്ലാത്തവരാണ്. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ചിലർ വരും, അവരിതൊന്നും അല്ല നോക്കുന്നത്, അവർക്ക് കാണാനും നോക്കാനും ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസറായനായ യേശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, അസാധാരണമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം, അവരുടെ ആരാധന കണ്ടാൽ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ മുഖത്ത് നോക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല, എന്നിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകാതെ വണ്ണം വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് അവന്റെ മുഖത്ത് നോക്കുന്ന ഒരുവനും ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ആത്മാവിലൊന്ന് ആരാധിച്ചട്ടെ. ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് നിന്റെ ആരാധനയ്ക്കകത്ത് ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയുടെ ആരാധനയല്ലായിരിക്കണം. ജീവനുള്ള ദൈവത്തെ കാണാൻ വന്നവൻ പോകുമ്പോൾ ചിലത് പ്രാപിച്ചു കൊണ്ടുപോകാൻ, മഹത്വം കണ്ടിട്ട് പോകാൻ, ദൈവത്തിന്റെ ഗ്ലോറി അനുഭവിച്ചിട്ട് പോകുവാൻ, ജീവിക്കുന്ന ദൈവത്തെ രാജാവുള്ളിടത്ത് രാജ കോലാഹലമുണ്ടെന്ന് വചനം പറയുന്നത് കൊണ്ട് എന്റെ രാജാവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ജീവനുള്ള ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചലിക്കുന്ന പ്രാണികളായി മാറും. യേശുവിന്റെ ജീവന്റെ നദി ഇതിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രാപിച്ചോ ദൈവത്തിന്റെ ശക്തി. കരകളെ ചേർത്തടിച്ച് അസാധാരണമായി ഒരാത്മ പകർച്ചയുടെ in the name of Jesus, the fire anointing release. ഇതിനകത്ത് ദൈവത്തിന്റെ തീ അങ്ങോട്ട് കത്തട്ട. നീ കാണാമെന്നത് കർത്താവിനെ കാണാമെന്നതാ. ഹല്ലേലൂയ. യേശുവിന്റെ മുഖത്ത് നോക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, അവന്റെ മുഖം മാടി പോകത്തില്ല.
അവന്റെ പ്രത്യാശ കെട്ടുപോകത്തില്ല, അവന്റെ വിശ്വാസം തണുത്തു പോകത്തില്ല. മനുഷ്യന്റെ മുഖം നോക്കുന്നവൻ തണുത്തു പോകും, സംഘടനയെ കാണുന്നവൻ തണുത്തു പോകും. ഹല്ലേലൂയ. മനുഷ്യനെ പ്രസാദിക്കുന്നവന്റെ ആരാധന നിൽക്കും, എന്നാൽ യേശുവിനെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവന്റെ ആരാധനയെ ലോകത്തൊരു മനുഷ്യനും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മരിച്ചാലും ജീവിച്ചാലും വിഷയമല്ലാത്ത ഒരു കൂട്ടം ചാവേറുകളായി മാറാൻ, യേശുവിന് വേണ്ടി ചാവേറായി മാറാൻ വീറുള്ള വീര്യമുള്ള നിന്റെ വിശ്വാസത്തോട് വീര്യം കൂടട്ടെ. നിന്റെ വിശ്വാസത്തിന് വീര്യമുണ്ടാകട്ടെ. Hallelujah, Jesus. Praise the Lord. Hallelujah. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് തണുത്തു പോകേണ്ട വിശ്വാസമല്ല, ഓരോ നാളും വീര്യമുണ്ടാകണം. Praise the Lord. Hallelujah. അപ്പൊ ഒരു കൂട്ടം പേര് കൂടിയിരുന്നവരൊന്നും മരിച്ചവരല്ല, അവർ ജീവനുള്ളവരായിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കൂടി, പാരമ്പര്യമായ വിശ്വാസികൾ അപ്പുറത്ത് കൂടി. അവർ ചലനമില്ലാത്ത പാരമ്പര്യപ്രകാരമുള്ള ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടി നേർച്ചയും നിവേദ്യങ്ങളുമായി അപ്പുറത്ത് നിന്നപ്പോൾ അവിടെയല്ല ദൈവം ഇറങ്ങിയത്, ദൈവം തിരഞ്ഞെടുത്തവന്റെ അകത്താ ദൈവം ഇറങ്ങിയത്. ഇന്ന് പകല് ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്റെ അടുക്കലല്ല ദൈവം ഇറങ്ങുന്നത്. പേരുകൊണ്ട് ക്രിസ്ത്യാനിയായവൻ കൂടിയാൽ അവിടെ ദൈവം ഇറങ്ങത്തില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എവിടെയാണോ അവിടെയാണ് ദൈവരാജ്യം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ജീസസ്. തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ കൂട്ടം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആരാധന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യേശുവിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനം എവിടെയുണ്ടോ അവിടെ സ്വർഗം ഇറങ്ങി വരും, അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും, അവിടെ ദൂതന്മാർ ഇറങ്ങി വരും, അവിടെ ജനം വരും, അവിടെ പെരുകും, അവിടെ വർദ്ധിക്കും. യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നും ഒരുപോലെ ഇരിക്കത്തില്ല ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം. ദൈവം ഇറങ്ങി വരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹല്ലേലൂയ 120 പേരിൽ നിന്നും ഒരു വലിയ പെരുക്കമുണ്ടായി. അവിടെ വചനം പറയാണ്, കൂടി ഇരുന്നവർ 120 ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്താണ് ഇറങ്ങേണ്ടത് സ്ഥലം. ഇറങ്ങേണ്ട സ്ഥലം പാരമ്പര്യം അനുസരിച്ച് ഇതിനകത്തല്ല, മാർക്കോസിന്റെ മാളിക മുറിക്കകത്തല്ല ദൈവം ഇറങ്ങേണ്ടത് യെരുശലേം ദേവാലയത്തിനകത്താണ്. ബിൽഡിങ്ങിനകത്തല്ല ദൈവം ഇറങ്ങുന്നത്. മനോഹരമായി കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഉണ്ടാക്കി വെക്കുന്ന ബിൽഡിങ്ങുകളുണ്ട് ഈ ലോകത്ത്, അവിടെ അല്ല ദൈവം ഇറങ്ങുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ അകത്ത, കാത്തിരിക്കുന്നവരുടെ ഇടയില, പ്രാപിക്കാൻ താല്പര്യമുള്ളവന്റെ ഇടയില, യേശുവിനെ മഹത്വപ്പെടുത്താൻ ബഹുമാനിക്കുന്നവന്റെ ഇടയില, ദൈവ ഭയമുള്ളവന്റെ അകത്ത ദൈവം ഇറങ്ങുന്നത്. കാത്തിരിക്കുന്നവന്റെ അടുത്ത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാരമ്പര്യമോ ബിൽഡിങ്ങോ കെട്ടിയത് കൊണ്ട് അവിടെ ദൈവം ഇറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ജനം ഹല്ലേലൂയ എന്നും കൂടുന്നതിൽ 10 300 കുടുംബം, 300 കുടുംബമുണ്ട്, 400 കുടുംബമുണ്ട്, 500 കുടുംബമുണ്ട്, 1000 കുടുംബമുണ്ടെന്ന് പറയുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്രയോ വർഷമായി, നൂറ്റാണ്ടുകൾ അപ്പനായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പാരമ്പര്യം പറഞ്ഞ് പെരുക്കം പറയുന്നവരുണ്ട്. അവിടെയല്ല ദൈവം ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് തെറ്റിപ്പോയി. ഹല്ലേലൂയ. ദൈവം ഇറങ്ങുന്ന വചനപ്രകാരം ഇറങ്ങുന്നത് പാരമ്പര്യം പറയുന്നവന്റെ ഇടയിലല്ല. വലിയ ബിൽഡിംഗ് കെട്ടിയാൽ അവിടെ ദൈവം പേടിച്ചിറങ്ങത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിൽ കഴുകനെ പോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന്റെ നടുവില് ജീവനുള്ള ദൈവം ഇറങ്ങും. അവൻ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഇതിനകത്തിരിക്കുന്ന നീ പറക്കാൻ പോവുക, നീ ചിറകടിക്കാൻ പോവുക, നിന്റെ അകത്ത് ജീവൻ വ്യാപരിക്കാൻ പോവുക. നിനക്കൊരു പറക്കലുണ്ട്, നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്, നിനക്കൊരു അത്ഭുതകരമായ കൈമാറ്റമുണ്ട്. നിന്റെ ഇരിപ്പ് അവസാനിക്കാൻ പോവുക. കാത്തിരിക്കുന്നവൻ ഇനി ഒരിക്കലും ഇരിക്കാതെ വണ്ണം മേഘങ്ങൾക്ക് മുകളിൽ കയറി പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നിനക്കൊരു വലിയ പറക്കൽ, ഒരു വലിയ സീസൺ വെളിപ്പെടാൻ പോവുക.
ഹല്ലേലൂയ. നിന്റെ അകത്ത് ദൈവത്തിന്റെ തീ അങ്ങോട്ട് ഇറങ്ങാൻ പോവുക. നിന്റെ ഭാഷ മാറും. ഹല്ലേലൂയ. നിന്റെ രൂപം മാറും. നിന്റെ ജീവിത ശൈലികൾ അങ്ങോട്ട് മാറും. നിന്റെ കാഴ്ചപ്പാടുകൾ മാറും. ഹല്ലേലൂയ. നിന്റെ ചിന്താഗതികളെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന ദൈവത്തിന്റെ മഹത്വം, നിന്റെ പാരമ്പര്യങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് പകല് നിന്റെ അറിവുകൾ തകർന്ന് നിന്റെ ട്രഡീഷണൽ ബോണ്ടേജുകൾ ബ്രേക്കായി ഇന്ന് ആത്മാവിന്റെ ശക്തി നിന്നെ തൊടുകയാണ്. The power of Holy Spirit. അതിശക്തമായ ചില വ്യക്തികളുടെ മേല് ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ. കൊടുങ്കാറ്റ് പോലെ, ചുഴലിക്കാറ്റ് പോലെ ദൈവത്തിന്റെ ഗ്ലോറി ഇരിക്കുന്ന സ്ഥലങ്ങൾ കുരുമാറ് അടിമുടി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അസാധാരണമായ ദൈവ തേജസ് ഇന്ന് പകൽ പട്ടണങ്ങളെ പിടിപ്പാൻ ചില വ്യക്തികളുടെ അകത്ത് വ്യാപരിക്കട്ടെ. The name of Jesus. Receive the fire. Rimana shabara variba shandhara varagada. Rimana shabara variba chira varaksham bharava. Oh, yes, 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 yes. Hallelujah. ചില പത്രോസുമാർ എഴുന്നേൽക്കട്ടെ, ചില സ്തേഫാനോസുമാർ എഴുന്നേൽക്കട്ടെ, യെസ്, ചില പൗലോസുമാർ എഴുന്നേൽക്കട്ടെ, ചില യാക്കോബുമാർ എഴുന്നേൽക്കട്ടെ, ചില പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കട്ടെ, യെസ്, ചില വീരന്മാർ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങളെ ഷേക്ക് ചെയ്യുന്ന, പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കുന്ന യെസ് ഇതയോന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ശമൂവേലിനെ പോലെയുള്ള ദൂത് പറയുന്ന പ്രവാചകന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. യെസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങിയാൽ നിന്റെ ചരിത്രം മാറും. ഹല്ലേലൂയ, സ്തോത്രം. നീ ഇടുന്ന വസ്ത്രമല്ല നിന്റെ ജീവിതം മാറ്റുന്നത്. നീ ഇടുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നിന്റെ ജീവിതം മാറ്റത്തില്ല. നീ താമസിക്കുന്ന ഭവനം നിന്റെ ജീവിത ചരിത്രങ്ങളെ മാറ്റത്തില്ല. നീ സഞ്ചരിക്കുന്ന വാഹനം ഒരിക്കലും നിന്റെ ജീവിത ചരിത്രം മാറ്റത്തില്ല. നിന്റെ കുടുംബ പേര് നിന്നെ ഒരിക്കലും ജീവിത ചരിത്രം മാറ്റത്തില്ല. പക്ഷെ ഒരുവനുമായിട്ട് കൂട്ടിമുട്ടൽ ഉണ്ടായാൽ നിന്റെ ചരിത്രം മാറും. നിന്റെ ചരിത്രം മാറുന്നത് നിന്റെ ലൈഫ് സ്റ്റൈൽ അല്ല. നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം നിന്റെ ചരിത്രത്തെ മാറ്റത്തില്ല. നിന്റെ കുടുംബ പേര് നിന്റെ ചരിത്രത്തെ മാറ്റത്തില്ല. എന്നാൽ ഒരുവനുമായിട്ടൊരു കൂട്ടിമുട്ടൽ നിനക്കുണ്ടായാൽ നിന്റെ ചരിത്രം ഇന്ന് പകൽ മാറാൻ പോവുകയാണ്. യെസ്, യേശുവുമായിട്ടുള്ള കൂട്ടിമുട്ടലാണ് നിന്റെ ചരിത്രങ്ങൾ മാറ്റുന്നത്. യെസ്, ചരിത്രങ്ങൾ മാറട്ടെ. യെസ്, ചരിത്രം മാറാൻ താല്പര്യമുള്ള ചിലർ ഇതിനകത്തുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുക. കർത്താവേ, രാജാവുമായിട്ടുള്ള കൂട്ടിമുട്ടലല്ല, മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂട്ടിമുട്ടലല്ല, പ്രസിഡന്റുമായിട്ടുള്ള കൂട്ടിമുട്ടലല്ല, ജീവിക്കുന്ന യേശുവുമായിട്ടൊരു കൂട്ടിമുട്ടൽ, ഒരു ജസ്റ്റ് ഒരു ടച്ചിങ്, ഒന്നും കാണാൻ, ഒന്ന് തൊടാൻ പറ്റിയാൽ നിന്റെ ചരിത്രം മാറും. ഹല്ലേലൂയ ജീസസ്. നമ്മളെ ലോകം മുഴുവൻ അപേക്ഷയുമായി കയറി ഇറങ്ങുന്ന മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും മന്ദിരങ്ങളിലല്ല നമ്മുടെ ചരിത്രം മാറുന്നത്. നമ്മളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ചരിത്രം മാറ്റണമെന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ചരിത്രങ്ങൾ മാറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ ചരിത്രം അദ്ദേഹം പഠിച്ചതുപോലെ ആരും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തെ പോലെ ഒരു നല്ല ഗോത്രത്തിൽ പിറന്നവൻ ആരുമില്ല. അദ്ദേഹത്തെ പോലെ പ്രാഗൽഭ്യമുള്ളവൻ ആരുമില്ല. പക്ഷെ ബോധം വന്നില്ല, സുബോധം വന്നില്ല. എന്നാൽ ഒരു ദിവസം നട്ടുച്ച നേരത്ത് കാണേണ്ടവനെ കാണേണ്ട രീതിയിൽ കണ്ടപ്പോൾ ഇരുന്ന സ്ഥലത്ത് നിന്നും തറയിലോട്ട് വീണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചരിത്രം മാറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകല് ശൗലിന്റെ ചരിത്രം മാറി അപ്പോസ്തലിക അഭിഷേകത്തോടെ രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന അഗ്നിനാവുള്ള അപ്പോസ്തലനാക്കി പൗലോസിനെ മാറ്റിയ ആ ദൈവത്തിന്റെ മഹത്വം, ആ ഗ്ലോറി ഇന്ന് പകൽ നീ നിന്റെ ലൈഫിന്, അത് നീ ജീവിതത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക, അതൊന്ന് പ്രാപിക്കുക. അതാ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റുന്നത്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിയത് കണ്ടുമുട്ടല. ഞങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിയത് ഈ ഒരു കണ്ടുമുട്ടല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ചരിത്രം മാറാൻ വിദ്യാഭ്യാസം ഉണ്ടായ ചരിത്രം മാറത്തില്ല. ബൈബിൾ കോളേജിൽ പോയത് കൊണ്ട് ചരിത്രം മാറത്തില്ല. PTH BD എടുത്തത് കൊണ്ടോ PhD എടുത്തത് കൊണ്ടോ ചരിത്രം മാറത്തില്ല.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്ര. ഗമാലിയലിന്റെ അടുക്കലിരുന്ന് പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ടും ചരിത്രം മാറിയില്ല. മാറിയതെപ്പോഴാ? കാണേണ്ടവനെ കണ്ടപ്പോൾ. സൂര്യനേക്കാളും വലുതായി ലോകത്തൊന്നും ഇല്ലെന്ന് വിശ്വസിച്ചവൻ അതിനേക്കാൾ വലിയതായ ഒരു തേജോമയനായ ദൈവത്തെ തന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ തന്റെ കണ്ണങ്ങ് പോയി, പുറമെയുള്ള കാഴ്ച പോയി, അകത്തെ കണ്ണങ്ങ് തുറന്നു. ഇന്ന് നീ കാണുന്ന പലതും നീ അടഞ്ഞു പോകും, പക്ഷേ നിന്റെ അകത്തെ കണ്ണ് തുറന്നാൽ നിന്റെ ചരിത്രം അങ്ങോട്ട് മാറും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കേണ്ടത്, എന്റെ അകത്തെ കണ്ണൊന്ന് തുറക്കണം. ഇന്ന് ഞാൻ കാണുന്ന പലതും മായയാണ്, അതൊരു സത്യമല്ല. പക്ഷേ കാണേണ്ട രീതിയിൽ കാണാൻ, വെളിപ്പാടിൽ കാണാൻ, ആത്മീക ലോകത്തെ കാണാൻ, ദൂതന്മാരെ കാണാൻ, യേശുവിനെ കാണാൻ ഒരു അഭിഷേകം എന്റെ കണ്ണുകളിൽ പരിശുദ്ധാത്മാവ് പകരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ലോകത്തെല്ലാം കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ കാണേണ്ടവനെ കാണുന്നില്ല. നമ്മൾ അറിയേണ്ടത് അറിയുന്നില്ല. നമുക്ക് അറിഞ്ഞുകൂടാത്തതൊന്നുമില്ല. അത്രയ്ക്ക് അറിവ് നമ്മൾ ഫേസ്ബുക്കും യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ന്യൂസിലൂടെയും നമ്മുടെ അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഒറ്റ നിമിഷം കൊണ്ട് വിരൽത്തുമ്പിനകത്ത് ആ അറിവുകൾ കൊണ്ട് നിറയും. പക്ഷേ ഇന്ന് വരെ ഒരു രോഗത്തിന് അറിവ് ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ രോഗം വന്നാൽ, ഭാരം വന്നാൽ, എന്ത് വന്നാലും നമ്മൾ വിരളൊന്ന് അമർത്തിയാൽ അതിനുള്ള സൊല്യൂഷനുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ സൊല്യൂഷനുകൾ നിങ്ങളുടെ രോഗം മാറ്റിയോ? നിങ്ങളുടെ ടെൻഷൻ മാറ്റിയോ? നിങ്ങളുടെ ആകുല ചിന്തകൾ മാറ്റിയോ? നിങ്ങളുടെ ഭയം മാറ്റിയോ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, കടഭാരങ്ങൾക്ക് നിങ്ങളുടെ അറിവുകൾ എന്നെങ്കിലും ഒരു സൊല്യൂഷനായി മാറിയിട്ടുണ്ടോ? ഇല്ല. ഒരൊറ്റ സൊല്യൂഷനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥിതി മാറ്റാൻ സാധിക്കത്തുള്ളൂ. അവനാണ് യേശു. ഹല്ലേലൂയ, സ്തോത്രം. ഒരേ ഒരു സൊല്യൂഷൻ നമ്മുടെ എല്ലാം മാറ്റുവാൻ, നമ്മുടെ സാഹചര്യങ്ങൾ മാറുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ ടെൻഷൻ മാറുവാൻ, ഭാരങ്ങൾ മാറുവാൻ, ഭയം മാറുവാൻ ഇന്ന് ഞാനും നീയും ആശ്രയിക്കുന്ന ഇന്റർനെറ്റിന്റെ ഹല്ലേലൂയ സ്തോത്രം മാസ്മരിക വലയങ്ങൾക്ക് സാധിക്കത്തില്ല. പക്ഷേ ജീവനുള്ള യേശുവിന്റെ നാമത്തിന് സകലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ കാരണം എന്താ? 3.5 വർഷക്കാലം കൂടെ നടന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, നമ്മളൊന്നും കണ്ട ആളല്ല കർത്താവ്. ഒരിക്കൽ മറുരൂപ മലയിൽ വെച്ച് കർത്താവിൻ്റെ ഇതങ്ങ് മാറി, രൂപം മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. മറുരൂപ മലയിലോട്ട് ഈ യേശു ക്രിസ്തു ഒരിക്കൽ 3.5 വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാരെയും കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം യേശു ക്രിസ്തു കൊണ്ടുപോയിട്ട് മറുരൂപ മലയിൽ വെച്ച് തൻ്റെ രൂപം ഒന്ന് മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഇതുവരെ കണ്ട ആളല്ലല്ലോ ഇത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളെല്ലാവരുടെ ചിന്തയിൽ നമുക്കൊരു രൂപമുണ്ട്. ഒരു പോസ്റ്ററിനകത്ത് യേശു ക്രിസ്തുവിനെ വളഞ്ഞ വടിയുമായി ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന കുറേ പിക്ചറുകൾ നമ്മുടെ അകത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിന്ന് കൃപയുടെ ഒരു ദൈവമായിട്ട് യേശുവിനെ കാണുന്നു. നമ്മൾ ചെയ്യുന്ന പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും സകല വിഷയങ്ങളും ക്ഷമിക്കുന്ന, പൊറുക്കുന്ന, സ്നേഹിക്കുന്ന, സ്നേഹവാനായ ഒരു യേശുവിനെ നമ്മൾ അറിയുകയാണ്, കാണുകയാണ്. നമ്മുടെ ചിന്തയ്ക്കകത്ത് കർത്താവിനെ നമ്മൾ ഒരുപാട് രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു നാളിൽ കർത്താവ് വീണ്ടും ഒരു വരവ് വരും. അന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളിട്ടിരിക്കുന്ന വ്യാഖ്യാനങ്ങൾക്കും അപ്പുറമായി മറ്റൊരു കർത്താവിനെ കാണാനുള്ളൊരു ദിവസമുണ്ട്. നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ അറിവുകൾക്കും അപ്പുറമായി വരേണ്ട കർത്താവ് വരുമ്പോൾ അവന്റെ രണ്ടാമത്തെ വരവ്, പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ട കഥകൾക്കനുസരിച്ചായിരിക്കത്തില്ല. ഒരു മനുഷ്യനും നോക്കാൻ പറ്റാത്ത നിലവാരങ്ങളിൽ അഗ്നി നേത്രമുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, 7 നിലവിളക്കുകൾ തന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവനായി കർത്താവിന്റെ ഒരു വലിയ മഹത്വ പ്രത്യക്ഷതയുണ്ട്. നമുക്കൊരിക്കലും നിൽക്കാൻ പറ്റാത്ത നിലവാരങ്ങളിൽ അവന്റെ ഒരു വരവുണ്ട്. അതിനു വേണ്ടിയാണ് ഈ നാളുകൾ നമ്മൾ ഒരുങ്ങേണ്ടത്. ഞാനും നിങ്ങളും ഇന്ന് ആരാധിച്ചും അറിഞ്ഞു വരിക്കുന്ന, നമ്മുടെ തലവേദന മാറ്റുന്ന, നമ്മുടെ ക്യാൻസർ രോഗം മാറ്റുന്ന, നമ്മുടെ കടഭാരം മാറ്റുന്ന യേശുവിനെ നിനക്ക് അറിയത്തുള്ളൂ. പക്ഷേ കർത്താവിന് വീണ്ടും ഒരു വരവുണ്ട്. അന്ന് ആ കർത്താവ് വരുന്ന ഇതൊന്നും മാറ്റാനല്ല,
ഹല്ലേലൂയ, അവന് വേണ്ടി ജീവിച്ച മണവാട്ടി സഭയെ തെരഞ്ഞു പിടിച്ച് അവരെ നിത്യജീവൻ കൊടുക്കാൻ തക്കവണ്ണം ഒരു വരവുണ്ട്. അതിനുവേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറമായ ഒരു വലിയ മഹത്വ പ്രത്യക്ഷതയ്ക്കായി നമ്മൾ ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൂടെ നടന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ഞെട്ടിപ്പോയ സംഭവമാണ് മരുഭൂമിമലയിൽ. ഒരു അലക്കുകാരനെ വെളുപ്പിക്കാൻ സാധിക്കാത്ത അത്ര വലിയ തേജോമയനായൊരു ദൈവം അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, അവർ അത്ഭുതപ്പെട്ട് ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വലിയ പ്രവൃത്തി ഈ വരുന്ന നാളുകൾ വെളിപ്പെടാൻ പോവുക. നീ ഞെട്ടിപ്പോകുന്ന അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നീ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാളും സൂപ്പർ നാച്ചുറലാ. അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര ഈ 2022 നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാ. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനുകൾ, സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസുകൾ, സൂപ്പർ നാച്ചുറൽ ഹീലിംഗുകൾ, സൂപ്പർ നാച്ചുറലായ മിനിഷികൾ, സൂപ്പർ നാച്ചുറലായ ചേഞ്ചുകൾ നിന്റെ ലൈഫിൽ, അറ്റ്മോസ്ഫിയറിൽ, നിന്റെ ലൈഫിൽ, നിന്റെ വീട്ടിനകത്ത്, നിന്റെ ലൈഫിലെ സകല മേഖലകളിലും ഇന്ന് പകച്ചു നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ്. ആശ്ചര്യപ്പെടുന്ന നിലവാരങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിടാൻ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. ഹല്ലേലൂയ, സ്തോത്രം. നൊടിയുടെ നേരം കൊണ്ട് അന്തരീക്ഷങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഈ കൂടിയിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ ദൈവം. ദൈവം എപ്പോഴാ വിളിക്കും, ഒരു വിളി ഉണ്ടെന്ന് പറയത്തേ ഉള്ളൂ. പ്രശ്നങ്ങളെ ഒരിക്കലും പറയാറില്ല. യോസേഫിനാകെ ദൈവം കൊടുത്ത ഒരു സ്വപ്നമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പനും സഹോദരങ്ങളും യോസേഫിൻ്റെ കാലിൽ വീഴുന്ന സ്വപ്നമേ കൊടുത്തുള്ളൂ. കിണറ്റി വീഴുന്നതും ജയിലിൽ കിടക്കുന്നതും പോത്തിഫറിന്റെ വീട്ടിൽ നിൽക്കുന്നതും ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലും അതുപോലെയാ. നിനക്ക് ചെറിയ ചില സ്വപ്നങ്ങളോ ദർശനങ്ങളോ ചില ചെറിയ വാഗ്ദത്തങ്ങളോ ഒക്കെ തന്നതേ ഉള്ളൂ. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾക്കകത്ത് കയറുന്നതിന് മുമ്പ് നീ ഫേസ് ചെയ്യേണ്ട വിഷയങ്ങൾ പലത് കാണും. അത് നിന്നോട് ദൈവം പറയത്തില്ല. എന്താ പറയാത്തതെന്ന് അറിയാമോ? പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും ഈ ക്രിസ്തീയ അനുഭവത്തിൽ നിൽക്കുന്ന നീ ഓടിക്കളയും, രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയും. പക്ഷേ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കുണ്ടറയ്ക്കകത്ത് നീ കിടന്നാലും, ഏത് ജയിലിൽ കിടന്നാലും നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റി രാജ്യത്തിന്റെ രണ്ടാമനാക്കി മാറ്റി നിനക്ക് ദൈവം തന്ന വെളിപ്പാടും ദർശനവും ഫലപ്രാപ്തിയിലെത്തിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാണ് എൻ്റെ ദൈവം. അതിനുള്ള അഭിഷേകവും കൃപയും നിന്റെ വിളിക്കകത്ത് ദൈവം തന്നിട്ടുണ്ട്. നിന്നെ എൻ്റെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ആത്മാ പറയുകയാണ്, ഇന്ന് നിന്റെ ലൈഫിലുള്ള സകല വിഷയങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ദൈവത്തിന്റെ അഭിഷേകവും നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആമേൻ പറഞ്ഞുകൊണ്ട്, എന്റെ ദൈവത്തിന്റെ ശക്തി നിന്റെ ഇന്നത്തെ വിഷയങ്ങളെ ഓവർകം ചെയ്യാൻ, നിന്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിന്റെ ബാധ്യതകളെ തീർപ്പാൻ, നിന്റെ സ്ഥിതി മാറ്റാൻ അവൻ അഭിഷേകം തരാതെ നിന്നെ വിളിക്കത്തില്ല. അവൻ അഭിഷേകം തരാതെ നിന്നെ വിളിക്കത്തില്ല. അവൻ കൃപ തരാതെ നിന്നെ വിളിക്കത്തില്ല. യെസ്, ഹല്ലേലൂയ. നിന്നോട് ഇറങ്ങാൻ പറഞ്ഞാൽ നീ മുങ്ങിപ്പോകുന്നത് കണ്ട് നോക്കി നിന്ന് ചിരിക്കുന്നവനല്ല ദൈവം. നിന്റെ കർത്താവ് എന്റെ ദൈവം കരം നീട്ടി നിന്നെ പുറത്തു കൊണ്ടുവരാൻ ശക്തത. നീ അതുകൊണ്ട് വിശ്വസിക്കുക. നീ ഇറങ്ങാൻ നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം ഒരിക്കലും നിന്നെ സഹായിക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ടിരുന്നാൽ, ദൈവശബ്ദം കേട്ട് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ ഒന്നും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. മനുഷ്യൻ കൈവിടും, പക്ഷേ കർത്താവ് കൈവിടുകയില്ല. സകല മനുഷ്യരും നിന്നെ കൈവിടും. വിടണം. വിട്ടാലേ നീ ദൈവത്തിന്റെ മഹത്വം അറിയൂ. ഇന്നത്തെ നിന്റെ പ്രശ്നങ്ങളെല്ലാം യേശു ആരെന്ന് അറിയാനുള്ളതാ. കാരണം ദൈവം മാത്രമേ ഈ ലോകത്ത് വിശ്വസ്തനുള്ളൂ. യേശുവിന്റെ സ്നേഹം മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ. മനുഷ്യന്റെ സ്നേഹം അത് വ്യാജമാണെന്ന് നീ അറിയണം. ഈ ലോകത്തുള്ള സകല ബന്ധങ്ങളും ഒരു ബന്ധനമാണെന്ന് നിനക്കറിയണം. എന്നാലേ കർത്താവിന്റെ സ്നേഹവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വില നിനക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. ലോകത്തുള്ള സകല ബന്ധങ്ങളും ഒരു നാളിൽ നമുക്ക് ബന്ധനങ്ങളായി മാറും.
ലോകത്തിലുള്ള സകല ആശ്രയങ്ങളും അവരെല്ലാം നമ്മളെ കൈവിടാനിടയാകാം. ഇതൊന്നും കണ്ട് നീ ഭാരപ്പെടരുത്. കാരണം എന്തിനാണെന്നറിയാമോ? കർത്താവ് പഠിപ്പിക്കുന്നതാ, ഇത്രയേ ഉള്ളൂ. നീ വില കൊടുത്ത നിന്റെ സ്നേഹിതന്മാരുടെ സ്നേഹം ഇത്രയേ ഉള്ളൂ. നീ സ്നേഹിച്ചവരുടെ സ്നേഹങ്ങൾ ഇത്രയേ ഉള്ളൂ. അവരുടെ എല്ലാം സ്നേഹം ഇതുവരെ ഉള്ളൂ. എന്നാൽ എൻ്റെ സ്നേഹം നിത്യമാണ്. നിത്യ സ്നേഹത്താലാ നിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത്. എൻ്റെ സ്നേഹം ഇതുകൊണ്ട് അവസാനിക്കുന്ന അഗാപ്പേ ലവ്. ഒന്നും അങ്ങോട്ട് ചോദിക്കാതെ നീ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിന്നിൽ നിന്ന് ഒരു നന്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നീ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും, നീ അവിശ്വസ്തനായി തീർന്നാലും, ഈ ലോകത്തിലുള്ള സകല ബന്ധങ്ങളും നിന്നിൽ നിന്ന് ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, നിന്റെ സ്നേഹം പ്രതീക്ഷിച്ച്, നിന്റെ സഹായം പ്രതീക്ഷിച്ച സ്നേഹിക്കുന്നതെങ്കിൽ, എന്റെ കർത്താവിന്റെ സ്നേഹം അത് നിത്യ സ്നേഹമാണ്. അതൊരിക്കലും നിന്നിൽ നിന്നൊന്ന് പ്രതീക്ഷിച്ചതുകൊണ്ടല്ല. യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോഴേ അവർ ഇറങ്ങിയിരുന്നു. കൂടെ നടന്നവർക്ക് അറിയാം കർത്താവ് പറഞ്ഞതാ. കാരണം കഴിഞ്ഞ 3-3.5 വർഷം കൊണ്ട് യേശുവിനെ നന്നായിട്ട് മനസ്സിലാക്കിയവർ പറഞ്ഞു, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് നേരിട്ട് കണ്ടവരാ ഞങ്ങള്. ഹല്ലേലൂയ. അവൻ പോയതുപോലെ മടങ്ങി വരുന്ന ദൂതന്റെ ശബ്ദം കേട്ടവരാ ഞങ്ങള്. പ്രൈസ് ദി ലോർഡ്. മരിച്ചു 3 ദിവസമായിട്ടും ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കെന്ന് വിചാരിച്ചപ്പോൾ, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് 40 ദിവസം ഞങ്ങളെ കൂടെ നടന്ന് ഞങ്ങൾക്ക് മീനും ഒക്കെ ഫ്രൈ ചെയ്ത് തന്ന് ഞങ്ങളെ കൂടെ കൂട്ടയമായി ആചരിച്ച് ഫുഡ് കഴിച്ചിട്ട് പോയവനാ. അതൊരിക്കലും ഭൂതമല്ല. ഹല്ലേലൂയ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവൻ തന്നെയാണ്. അവൻ സ്വർഗാരോഹണം ചെയ്തെങ്കിൽ മടങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് അവന്റെ ശബ്ദത്തിന് നമ്മൾ കാതോർക്കണം, നമ്മൾ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇരുന്നാൽ ചിലത് സംഭവിക്കും. എന്ത് നടക്കുമെന്ന് യേശു പറഞ്ഞില്ല, കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശുശ്രൂഷയ്ക്കൊന്നും ചാടി ഇറങ്ങരുത്. നിങ്ങൾ പെട്ടെന്ന് ഈ ലോകം, ആത്മീക ലോകത്ത് നിൽക്കണമെങ്കിൽ ഒരിക്കലും, ഹല്ലേലൂയ, സ്തോത്രം, യേശു പറഞ്ഞതുപോലെ അഭിഷേകം പ്രാപിക്കാൻ നീ ഇറങ്ങരുത്. ആത്മസാന്നിധ്യമില്ല നീ ഇറങ്ങരുത്. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം. ഹല്ലേലൂയ. എന്നാലേ നിനക്ക് ശുശ്രൂഷയിൽ നിൽക്കാൻ പറ്റൂ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. ആത്മശക്തി ഇല്ലാത്തവരെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിൽക്കണമെങ്കിൽ ആദ്യം ഇരിക്കണം. ഇരിക്കുമ്പോൾ എൻ്റെ ശക്തി നിന്റെ മേൽ പകരും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 6:1 മുതൽ വായിച്ചാട്ടെ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവന്മാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ശിഷ്യന്മാർ എന്ത് ചെയ്തു? പെരുകി വന്നു. ഇരുന്നതിൻ്റെ ഒരു ഗുണമാണ്, ഇരുന്നാലേ പെരുകൂ. ദൈവസാന്നിധ്യം ഉണ്ടെങ്കിലേ പെരുകൂ. പ്രൈസ് ദി ലോർഡ്. വർധന ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ദൈവ സാന്നിധ്യം ഇറങ്ങണം. അതാ പറയുന്ന, നദി ഒഴുകുമ്പോൾ, ജലനദി ഒഴുകുമ്പോൾ അവിടെ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചോ. തങ്ങളുടെ വിധവന്മാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു. അവര് ഭയങ്കര ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആത്മീക ഗീതങ്ങളുണ്ട്, പ്രബോധന ശബ്ദങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജനം അങ്ങോട്ട് പെരുകിയപ്പോൾ ഒരു വലിയ വിഷയം, അവിടെ വരുന്ന വിധവകളെ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് പരസ്പരം ഒരു ബന്ധമില്ല. ഈ ആൾക്കാർക്ക് ആത്മീകം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയമാണ്. അത് വലിയ ഡേഞ്ചറാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും അന്യഭാഷ, എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും ആരാധന. പിന്നെ അവർ ഇങ്ങനെ ഒരു വാക്ക് പറയും, എനിക്ക് നിയോഗം വന്നില്ല സംസാരിക്കാൻ. എന്ത് വന്നില്ല? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയം കൂടുമ്പോൾ പറയുന്ന വാക്കാണ് എന്താണ്? അവരുടെ അടുത്ത് നിയോഗം എന്താണ്? ഉള്ളിൽ കയ്പും വിരോധവും പിണക്കവും ജാരശങ്ക്യം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വാക്കാണ് നിയോഗം വന്നില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരിയോട് മിണ്ടാൻ എനിക്ക് നിയോഗം വന്നില്ല. ആ ബ്രദറിനോട് മിണ്ടാൻ എനിക്ക് നിയോഗം വരുന്നില്ല. വിളിക്കാൻ എനിക്ക് നിയോഗം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രൈസ് ദി ലോർഡ് പ്രമാണിക്കാതെ ദൈവസ്നേഹം പ്രകടിപ്പിക്കാത്ത വ്യക്തികളെ വചനം പറയുന്ന കള്ളനെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തുവിന് സകല മാനവരാശിയോട് മിണ്ടാൻ നിയോഗം കിട്ടി. പ്രൈസ്. കർത്താവ് ആര് വിളിച്ചാലും, ഏത് ജാതിയിലും മതത്തിലും പെട്ടവൻ വിളിച്ചാലും ദൈവത്തിന് നിയോഗം നോക്കാതെ സംസാരിക്കുന്ന ആളാണ് ദൈവം. കർത്താവ് ക്രൂശിൽ കിടന്നത്
ഇന്ന ആൾക്കാർ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, അവിടെ വചനം പറഞ്ഞു മാനവരാശിയുടെ രക്ഷകനായ യേശു. പ്രൈസ് ദി ലോർഡ്. മാനവരാശിയുടെ രക്ഷകനാണ് കർത്താവാണെങ്കിൽ, ആ കർത്താവാണ് നിന്റെ അകത്തിരിക്കുന്നതെങ്കിൽ നിനക്ക് സകല മനുഷ്യരോടും മിണ്ടാൻ സാധിക്കും, ആരെയും കരുതാൻ സാധിക്കും, സ്നേഹിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ ആരാധനയ്ക്കകത്ത് വന്നിട്ട് അന്യഭാഷ്യം പ്രാർത്ഥിച്ച് പിന്നെ സ്റ്റേജിലോട്ട് ഭാഷന്മാരുടെ ഫേസ് മാത്രം നോക്കിയിരിക്കില്ല, അടുത്തിരിക്കുന്നവനെയും കൂടെ ഇടയ്ക്ക് നോക്കണം. അതാണ് ഞങ്ങൾ കൈവൊക്കെ കൊടുത്ത് സ്തോത്രം പറയണത്. ഫ്രണ്ട്സ്, അടുത്തിരിക്കുന്നവർ നോക്കിയാട്ടെ, അടുത്തിരിക്കുന്നവരെ ഫേസ് പോലും കാണാതെ, ആരും കാണാതെ കുറേ മാസ്ക് ഇപ്പോൾ ഇറങ്ങിയതുകൊണ്ട് മാസ്കും കെട്ടിവെച്ച് ചിരിക്കാതെയും പറയാതെയും നീ ചിരിച്ചു കഴിഞ്ഞാൽ നിന്റെ മുഖത്ത് സൗന്ദര്യം വർദ്ധിക്കും, നിന്റെ പേശികൾ, നിന്റെ കോശങ്ങളൊക്കെ ഒന്ന് അനങ്ങട്ടെ. പ്രൈസലോ, ഒന്ന് ചിരിച്ച് അടുത്തിരിക്കുന്ന കരമൊക്കെ കൊടുത്തൊന്ന് ചിരിക്കുക. കാണ്ടാമൃഗങ്ങളല്ല നമ്മൾ, ഇത് മൃഗശാലയല്ല, ഇത് പ്രൈസലോ, ഇത് മൃഗശാലയല്ല, ഇത് മനുഷ്യരെ അകത്ത് കയറി മാനസാന്തരപ്പെട്ട മനുഷ്യരുടെ കൂട്ടായ്മയാണത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വരുന്നവന് മാനസാന്തരം ഉണ്ടാകണം, മാറ്റം ഉണ്ടാകണം. മാറ്റം വരണ്ട, എന്നെ ആരും മാറ്റാൻ ശ്രമിക്കണ്ട എന്ന് പറയുന്ന നിനക്കുള്ള സ്ഥലം മദ്യശാലയും തിയേറ്ററും നട റോഡും പിന്നെ ജംഗ്ഷനൊക്കെയാണ്. അവിടെ ചെന്നിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറാൻ വേണ്ടി വരണം. ആരും ഇവിടെ എന്നെ മാറ്റാനൊന്നും ശ്രമിക്കണ്ട, ഞാൻ വലിയ പുള്ളിയാണ് എന്നുള്ളവന് ഇതിനകത്ത് വരുത്തനും ഇതിൻ്റെ അകത്ത് വരരുത്. പ്രൈസ് ദി ലോർഡ്. മാറാൻ താല്പര്യപ്പെട്ടതിനകത്ത് കയറാവും. കാരണം ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അഭ്യാസം കാണാനുള്ള സ്ഥലമല്ല അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വരുന്നവൻ മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാൻ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ച് കയറി വരണം. നിന്റെ മനസ്സ് പുതുക്കണം, നിന്റെ ഹൃദയത്തിന്റെ ആ കാഠിന്യത മാറ്റണം, തന്നെത്താൻ താഴ്ത്തണം. പ്രൈസ് ദി ലോർഡ്. രൂപാന്തരത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ സ്ഥിതി മാറാൻ, നിന്റെ രൂപം മാറാൻ, നിന്റെ ജീവിതത്തിലെ ഭാരം മാറാൻ. എന്തുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് മറുപടി ഇല്ലാത്തത്? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നിന്റെ ലൈഫിൽ വന്നാൽ നിന്റെ ഭാരമാണ് ആദ്യം മാറുന്നത്. നിന്റെ ഭാരം മാറും. നിന്റെ കടം മാറത്തില്ല, ഭാരം മാറും. ഭാരം മാറണമെങ്കിൽ നിനക്ക് മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. പത്രോസിന് പ്രശ്നമല്ല മാറിയത്, മാനസാന്തരം ആദ്യം ഉണ്ടായത്. പത്രോസിന് ഭയങ്കര വിഷയം. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചിട്ട് ഒരു പൊടി മീൻ പോലും കിട്ടാതെ അധ്വാന ഭാരം കൊണ്ട് വലഞ്ഞവനായി വല കഴുകിക്കൊണ്ടിരിക്കുക വീട്ടിൽ പോകാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവ് വന്ന ഉടനെ പത്രോസിൻ്റെ മീന് പിന്നെ ആ പടക നിറച്ചോ? ഇല്ല. ആദ്യം എന്ത് ചെയ്തു പത്രോസ്? യേശു ചോദിച്ചു, നിന്റെ പടകൊന്ന് വിട്ടു തരുമോ? പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു. ഒരു പരിചയമില്ല, ഒരു ബന്ധമില്ല. ഒരാൾ വന്ന് പടക് ചോദിക്കുക, പറഞ്ഞിട്ട് ആരും വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ മാനസാന്തരപ്പെട്ടു. യേശുവിനെ കണ്ടപ്പോഴേ സുബോധം വന്ന് മാനസാന്തരപ്പെട്ടു. ഞാൻ കഠിനമായി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഈ പടക് കൊണ്ട് വേറെ ഒരു ഉപയോഗമില്ല, കർത്താവിനെങ്കിലും പ്രയോജനപ്പെടട്ടെ. പ്രൈസ്. നീ രാപകലില്ല കഠിനാധ്വാനം ചെയ്തിട്ട് പല രീതിയിൽ നോക്കിയിട്ട് നീ രക്ഷപ്പെടാതിരിക്കുന്ന നിന്നെ ഒന്ന് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തിനെങ്കിലും എന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകട്ടെ. നാട്ടുകാർക്കും പ്രയോജനമില്ല, വീട്ടുകാർക്കും പ്രയോജനമില്ലാത്ത നിന്റെ ലൈഫിൽ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവിനെങ്കിലും ഒരു പ്രയോജനം നിന്നെ കൊണ്ടുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു, മാനസാന്തരപ്പെട്ടു. അപ്പോൾ കർത്താവ് കയറി. കർത്താവ് കയറിയപ്പോൾ പടകിനൊരു ചലനം. കർത്താവ് കയറിയ ഉടനെ പത്രോസിൻ്റെ കൂടെ പറഞ്ഞില്ല, പത്രോസെ നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കയറിയിട്ട് ആദ്യം ചിന്ത ചെയ്തത് പ്രസംഗിച്ചു. പറഞ്ഞട്ടെ, പ്രസംഗിച്ചു. ദൈവരാജ്യം പ്രസംഗിച്ചു, ജനങ്ങളോട് പ്രസംഗിച്ചു. ആ വചനം കേട്ടപ്പോൾ പത്രോസ് തന്നെത്താൻ താഴ്ത്തി മാനസാന്തരപ്പെട്ടു. അപ്പോൾ തിരിഞ്ഞ് യേശു പറഞ്ഞു, വലതു ഭാഗത്ത് വല വീശുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടാണ് പടക് നിറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവസന്നിധിയിൽ വരുന്നത് വചനം കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന വചനം നീ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ പടക് നിറയും, നിന്റെ ശൂന്യത മാറും, നിന്റെ പ്രശ്നങ്ങൾ മാറും, നിന്റെ വിഷയങ്ങൾ മാറും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ മാനസാന്തരത്തിന്റെ ഫലം ഇന്ന് പകൽ കായ്ക്കുന്ന ഇടത്താണ് സൂപ്പർ നാച്ചുറൽ സംഭവിക്കുന്നത്. 25-30 വർഷമായിട്ട് ഞാൻ സഭയിൽ വരുന്നു, മെമ്പർഷിപ്പുള്ള ആളാണെന്ന് പറഞ്ഞ് എന്നിട്ട് എൻ്റെ പ്രാർത്ഥന എന്താ ഭാഷയെ കേൾക്കാത്തത് എന്നുള്ള ചോദ്യം ചോദിക്കരുത്.
ആഴ്ചയിൽ ഒരിക്കലും ഞായറാഴ്ച രാവിലെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് 10 മണിക്കുള്ള ആരാധന തുടങ്ങുന്നത് 12 മണിക്ക് വന്നിരുന്നിട്ട് ആശീർവാദം തീരുന്നതിന് മുമ്പ് മനുഷ്യനെ ആരെയും നോക്കുകയില്ല, മിണ്ടുകയില്ല, ചിരിക്കുകയില്ല, ഓടി വന്ന് അകത്ത് കയറിയിരുന്ന് അതുപോലെ ഓടുന്നവനല്ല വിടുതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകത്ത് കയറി വന്ന് ജനങ്ങളുമായിട്ടൊന്ന് ഇടപെടണം, ആത്മസാന്നിധ്യം അനുഭവിക്കണം, ആരംഭത്തിലെ അഭിഷേകത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ആരാധനയ്ക്കകത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. വന്നിരിക്കുക മാത്രമല്ല, വചനം കേട്ടുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിക്കൊണ്ടിരിക്കരുത്. എന്നും വാച്ച് നോക്കിക്കൊണ്ടിരിക്കാനേ നിനക്ക് പറ്റൂ, ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. വന്നിരുന്നിട്ട് വാച്ചും നോക്കിയും തൂണിനെ നോക്കിക്കൊണ്ടിരിക്കാതെ ദൈവ ശബ്ദം കേട്ട് അനുസരിക്കാൻ നീ തയ്യാറാകുമ്പോൾ ആത്മാ പറയാണ്, സൂപ്പർ നാച്ചുറലായി നിന്റെ പടകം നിറയുന്നത് നീ കാണാൻ പോവുക. ഈ 2022 ഈ ഫെബ്രുവരി മാസം നിന്റെ പടകം നിറയണമെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ ശബ്ദം നീ കേൾക്കണം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അനുസരണമുള്ളവനായി നീ മാറണം, മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഓക്കെയാണ് 1-2 വർഷത്തിന് മുമ്പ് ഞാൻ സെൽവം ബ്രദറിന്റെ ഒരു വീട്ടിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, വീട് മാറണം, സ്ഥലം മാറണം, ഇവിടെ കിടക്കരുത്, വിഷയങ്ങളാണ്. ഹല്ലേലൂയ. പക്ഷെ അവര് കേൾക്കാൻ തരാം. ചില ആൾക്കാർക്ക് ജീവൻ പോയാലും കുഴപ്പമില്ല, അവര് ശാപം പിടിച്ച വീട്ടിലേക്ക് കിടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവാലോചന കേൾക്കത്തില്ല, മാറണം. കൂടാരം നീക്കി അടിക്കുന്നതിൽ വിഷയം തോന്നരുത്. പ്രൈസ് ദി ലോർഡ്. ചില സ്ഥലം മാറണം. കർത്താവ് ആ കുരുടനോട് പറഞ്ഞ്, നീ ഇനി മേലാൽ ഈ ഊരിൽ കയറി പോകരുത്. ചിലത് വിട്ടാൽ മാത്രമേ, സ്ഥലത്തുനിന്ന് പുറത്ത് വന്നാൽ മാത്രമേ അടുത്തൊരു സീസൺ നിനക്ക് ഓപ്പൺ ആകൂ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം പറയുകയാണ്, ആ സഹോദരി വിളിച്ച് പറയുന്നു, വലിയ വിഷയങ്ങളാണ്, പ്രശ്നങ്ങളായി, എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ ഗുണ്ടത വന്നു, എൻ്റെ ഭർത്താവിനെ അടിച്ച് റെഡിയാക്കി. മരിക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന 1-2 വർഷത്തിന് മുമ്പേ അവരോട് പറഞ്ഞതാണ്, സ്ഥലം മാറ്, വീട് മാറ്. ഇവിടെ കിടന്ന അയൽവാസിയായിട്ട് അടിയും കൂടി ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കാതെ ഹല്ലേലൂയ ഉയരും കൊണ്ട് ഓടിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർക്ക് അവിടെ കിടന്നാലേ ശരിയാവും. അപ്പം എത്രയോ പേര് ദൈവാലോചന കേട്ടാൽ അതൊക്കെ പറയും. അങ്ങനെ പാഷന്മാരങ്ങനെ പലതും പറയും. അതൊന്നും കേട്ട് നിങ്ങൾ ചാടി ഇറങ്ങരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ ആലോചന കേൾക്കണം, അതനുസരിക്കാൻ നീ തയ്യാറാകണം. അപ്പോൾ നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ചില ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് എന്നെ പ്രാർത്ഥിക്കും, എനിക്ക് അവിടെ അത് ശരിയാവുന്നില്ല, വിടുതൽ വേണം. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്ത് പ്രൈസ് വയ്ക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവസഭയിൽ വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ. അപ്പോഴാ നിന്റെ കൂടെ ദൈവം നിൽക്കാനിടയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അവരിരുന്നത്. അതുകൊണ്ടാണ് ദൈവം അവരോട് പറയാത്ത ചില കാര്യങ്ങൾ അവിടെ നടന്നു. ആകാശം മാറി, ആകാശം തുറന്നു. പ്രൈസ് ദി. അവരാദ്യമായിട്ട് കാണുകയാണ് ആകാശം തുറന്ന് ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നു, ആകാശം തുറന്ന് ദൈവത്തിൻ്റെ അഗ്നി നാവുകൾ ഇറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചന കേട്ടിരുന്നാൽ, ദൈവത്തിൻ്റെ ആലോചന കേട്ട് നടന്നാൽ, ഇന്ന് വരെ നീ കാണാത്തത് ഈ സീസണിൽ നീ കാണും. ഇതുവരെ നീ അനുഭവിക്കാത്തത് ഈ സീസണിൽ നീ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മാറ്റമില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കാൻ നീ തയ്യാറാവുകയാണെങ്കിൽ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ കാണാത്ത കാഴ്ചകളും അനുഭവിക്കാത്ത സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ലൈഫിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ആത്മസാന്നിധ്യം പ്രാപിച്ച ഒരു കൂട്ടം ജനങ്ങൾ, അവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അഭിഷേകം ദാ ഇറങ്ങുകയാണ്, ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ വരികയാണ്. അത് മാത്രമല്ല, അവർ പറയുകയാണ്, അവർ ജ്ഞാനമുള്ളവരായി മാറി, ജ്ഞാനമുള്ളവരായി മാറി, ദൈവ സാന്നിധ്യമുള്ളവരായി മാറി, പരിശുദ്ധാത്മാവുള്ളവരായി മാറി. ഇരുന്ന സ്ഥലം മാറുന്നത് പോലെ ദൈവശക്തി അവിടെ ചലിച്ചു. അവരുടെ ജീവിതങ്ങൾ മാറി. അവർ അത്ഭുതപ്പെട്ടു. അവർ ആശ്ചര്യപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ ആ ഗ്ലോറി അവരുടെ ലൈഫിൽ വെളിപ്പെടാനിടയായി. ഹല്ലേലൂയ. ഒന്നാമത് എല്ലാവരും പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഈ അധ്യായത്തിനകത്തുള്ള ഒന്ന്, അടുത്തിട്ട് പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങൾ.
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. 2, ആ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അഭിഷേകമുള്ളവനായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. സ്തെഫാനോസ് അവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമല്ല, അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി. 3 പറയുകയാണ്, അവർ ജ്ഞാനമുള്ളവരായിരുന്നു. അവരുടെ ജ്ഞാനത്തോട് തർക്കിക്കാൻ ആർക്കും സാധിച്ചില്ല. ആത്മസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെ അല്ല. നമ്മുടെ ജീവിതം അങ്ങ് മാറുകയാണ്. നമ്മുടെ അറിവുകൾ മാറുകയാണ്. ലോകത്തിൻ്റെ അറിവല്ല, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു അറിവുണ്ട്. ലോകത്തിൻ്റെ അറിവല്ല. ഗമാലിയൻ്റെ അടുക്കലിരുന്ന പൗലോസ് പഠിച്ചതല്ല പൗലോസ് പ്രസംഗിച്ചത് എഴുതിയതും. പൗലോസിന് ദൈവം കൊടുത്ത ആ വചനത്തിൻ്റെ വെളിപ്പാടുകളാണ് വിളിച്ചു പറഞ്ഞത്. ആ വെളിപ്പാടുകളാണ് മനുഷ്യൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത്, അറിവുകളല്ല. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ പലതും കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ പലതും വായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അറിവുകൾ നിന്നെ വിടുവിക്കുന്നില്ല, അനുഭവമാണ് നിന്നെ വിടുവിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ അനുഭവിക്കണം. യേശു ആരെന്ന് നീ തിരിച്ചറിയണം, അനുഭവിക്കണം. ആ ദൈവത്തിന്റെ മഹത്വം കാണണം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവരായിട്ടല്ല, ഞാൻ മഹിമ കണ്ടവനാ, യേശുവിനെ തൊട്ടതാ, തിരിച്ചറിഞ്ഞതാ, രുചിച്ചതാ. അവര് പറയുന്ന ദൈവത്തിന്റെ ജ്ഞാനമായിരിക്കും. ഹല്ലേലൂയ. പിന്നെ പറഞ്ഞു, ഒരു ശിഷ്യന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്, നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദേശത്ത് വന്ന് നിന്നെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണം, ബൈബിൾ എടുത്തുകൊണ്ട് രാവിലെ പോകുന്നു വരുന്നു, പക്ഷേ വായിന്ന് വരുന്നത് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു വിധത്തിലുള്ള വീട്ടിൻ്റെ ആ ഭാഗത്തോ അയൽവാസികളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ ഇത് ക്രിസ്ത്യാനിയുടെ വീടാണോ അത് പിശാചിൻ്റെ വീടാണോ എന്ന് നിന്നെക്കുറിച്ച് പറയാനിട വരുത്തരുത്. ഹല്ലേലൂയ. നീ സ്വന്തം ദേശത്തിൻ്റെ നടുവിൽ, ബന്ധുക്കളുടെ നടുവിൽ, നാട്ടുകാരുടെ ഇടയിൽ നല്ല സാക്ഷ്യമുള്ളവനാണെങ്കിൽ മാത്രമേ നിന്നെ ദൈവത്തിൻ്റെ സഭയിൽ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങളുടെ സ്വന്തം ദേശത്തിലാണ്. ഈ നാട് ഞങ്ങളുടെ സ്വന്തം നാടാണ്. ഞങ്ങൾ വെളിയിൽ നിന്ന് വന്നവരല്ല, ഞങ്ങളുടെ സ്വന്തം ദേശത്തിൽ ഞങ്ങൾ സാക്ഷികളായി ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ അറിയാത്തവരാരുമില്ല. ഞങ്ങളുടെ സ്വന്തം ദേശത്തിലാണ് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്യനാട്ടിലല്ല ശുശ്രൂഷിക്കുന്നത്, സ്വന്തം നാട്ടിൽ, സ്വന്തം ദേശത്തിൽ. ഹല്ലേലൂയ. ഇതേ സ്ഥലത്ത് ജനിച്ച് വളർന്നവരായ ഞങ്ങൾ ഇതേ ജനത്തിൻ്റെ നടുവിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിൽക്കുമ്പോൾ ഒരു മനുഷ്യനും ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നില്ല. കാരണം ഞങ്ങൾ ആരെയും കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 16 വർഷങ്ങൾ ഒരു കുടുംബവുമായിട്ട് ഭയങ്കര ഫൈറ്റായിരുന്നു ഞങ്ങൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ്. 16 വർഷം കേസും വഴക്കും പ്രശ്നങ്ങളും അടിയും ബഹളവും. പക്ഷേ യേശുവിനെ അറിഞ്ഞപ്പോൾ ആ ഭവനത്തിനകത്ത് ഞങ്ങൾ കയറി ചെന്നു. ആദ്യം ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ വിരോധികളായവരുടെ വീട്ടിനകത്ത് ചെന്ന് അവരോട്, ഞങ്ങളല്ല അവരാ തെറ്റ് ചെയ്തത്, പക്ഷേ അവരോട് ഞങ്ങൾ ക്ഷമ ചോദിച്ചു. അപ്പോൾ ആ ജാതികൾ, അല്ലെ RSSകാരായ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വന്ന മാറ്റം ഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളാ തെറ്റ് ചെയ്തത്. അവർ ഞങ്ങളോട് ഇങ്ങോട്ട് ക്ഷമ ചോദിച്ചു. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഞങ്ങളാ തെറ്റ് ചെയ്തത്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഞങ്ങളാ തെറ്റ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് മാനസാന്തരമാണ്. നീ ആരോടെങ്കിലും തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവരോട് ക്ഷമ ചോദിപ്പാൻ, സോറി പറയാനുള്ള ഒരു കൃപ നിന്റെ അകത്ത് വ്യാപരിക്കും. അങ്ങനെ അവരുടെ നടുവിലൊരു സാക്ഷ്യമുള്ളവരായി ദൈവാത്മാവ് നിന്നെ മാറ്റാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല സാക്ഷ്യമുള്ളവരായി നീ മാറണം. നിന്നെ കുറിച്ച് സകല മനുഷ്യരുടെ ഇടയിലും ഒരു സാക്ഷ്യമുള്ള അനുഭവം ഈ ദിവസങ്ങൾ വെളിപ്പെടുകയാണെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വന്തം ദേശത്തിലെ ഭവനത്തിൽ, കുടുംബത്തിനകത്ത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നിന്നെ കുറിച്ച് സാക്ഷ്യമുണ്ടാകണം. അതുകൊണ്ട് പല കുടുംബങ്ങളിലും സഹോദരിമാർ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഭർത്താക്കന്മാർ മാനസാന്തരപ്പെടുന്നില്ല, മക്കൾ മാനസാന്തരപ്പെടുന്നില്ല. എന്താ അതിന് കാരണം? സാക്ഷ്യമില്ലാത്ത വ്യക്തികൾ. സാക്ഷ്യമില്ല. അയൽവാസികളോട് ചോദിച്ചാൽ സാക്ഷ്യമില്ല, ചുറ്റുപാടുള്ളവരോട് ചോദിച്ചാൽ സാക്ഷ്യമില്ല, ജോലി ചെയ്യുന്ന കൂടെ ജോലിക്കാരോട് ചോദിച്ചാൽ സാക്ഷ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ അവർ മാനസാന്തരപ്പെടും? ഈ നാളുകളിൽ നമുക്ക് നല്ല സാക്ഷ്യമുണ്ടാകട്ടെ. നല്ല സാക്ഷി, അടുത്തൊരു പറഞ്ഞിട്ട്, നല്ല സാക്ഷിയായി ജീവിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ നല്ല സാക്ഷിയായി ജീവിക്കണം. കടം വാങ്ങിച്ചാൽ കൊടുക്കണം. ചില ആൾക്കാരുണ്ട്, കടം നാട് മുഴുവൻ നടന്ന് കടം വാങ്ങിക്കും, എന്നിട്ട് തിരിച്ചു കൊടുക്കത്തില്ല. തിരിച്ച് ചോദിക്കുമ്പോൾ അടിക്കാനും ചീത്ത വിളിക്കാനും ചെല്ലും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കടം വാങ്ങിക്കാനും നിന്റെ സാക്ഷ്യം നീ നഷ്ടപ്പെടുത്തരുത്. യേശു ക്രിസ്തു നിനക്ക് തന്ന സാക്ഷ്യത്തെ നാട്ടുകാരുടെ മുന്നിൽ, ദേശക്കാരുടെ മുന്നിൽ, ചുറ്റുകാരുടെ നടുവിൽ
നിന്നെ തന്നെ അല്ല, നിന്റെ യേശു ക്രിസ്തുവിന് ഒരു അപമാനമായി നീ മാറരുത്. ഹല്ലേലൂയ. അടുത്തിട്ട് പറഞ്ഞിട്ട് ഒന്നുകൂടെ, നല്ല സാക്ഷ്യമുണ്ടോ നിനക്ക് ചോദിക്കുക. ഹല്ലേലൂയ. നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം നമ്മൾ. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം. ചില ആൾക്കാർ കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല. നാളെ തരാം, നാളെ വൈകുന്നേരം. പ്രൈസ് ദി ലോർഡ്. പിന്നെ വർഷങ്ങൾ കഴിയണം. ഒരു പക്ഷേ അവരെങ്ങാനും അടുത്ത് ചോദിച്ചാൽ ഉടനെ അങ്ങോട്ട് തുടങ്ങും ചീത്തപടി, അടിക്കാനും പിടിക്കാൻ. അപ്പോൾ വാങ്ങിച്ചാൽ കൊടുക്കണം. കൊടുക്കാൻ പറ്റാത്തവൻ വാങ്ങിക്കരുത്. ഒരു വാക്ക് പറഞ്ഞാൽ, നല്ല ക്രിസ്ത്യാനി, നല്ല സാക്ഷ്യമുള്ളവൻ പറഞ്ഞാൽ നാളെ തരാം എന്ന് പറഞ്ഞാൽ തരണം, കൊടുക്കണം. കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പട്ടിണി കിടന്നാലും നീ വാങ്ങിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മൂല്യങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ കുറച്ച് മൂല്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ കൈയടിക്കണം. അല്ലാതെ പൊട്ടാസും മറ്റേ ദീപാവലിക്ക് പടക്കം വെക്കുന്നത് പോലെ ചർച്ചിനകത്ത് വന്നിരുന്ന കുറേ കൈയടിച്ച് ബളം ഉണ്ടാക്കിയിട്ട് പോകുന്നവനല്ല ക്രിസ്ത്യാനി. നിന്റെ ലൈഫിൽ ഒരു വലിയ സാക്ഷ്യമുള്ളവരായി മാറണം. ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. വർഷിപ്പ് ചെയ്യുന്നവർ ഓടി വന്ന് വർഷിപ്പ് ചെയ്ത് ശക്തമായി കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവെ, ഈ പറഞ്ഞ ക്വാളിറ്റികളിലോട്ട് വിശ്വസ്തനായിരിക്കണം. എല്ലാവരും പറഞ്ഞിട്ട് വിശ്വസ്തനായിരിക്കണം, വിശ്വാസപൂർണനായിരിക്കണം. പറഞ്ഞിട്ട് വിശ്വാസപൂർണൻ. സ്തെഫാനോസിനുണ്ടായ ചില സവിശേഷതകൾ: 1, നല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. 2, അഭിഷേകമുള്ളവൻ. 3, ജ്ഞാനമുള്ളവൻ. 4, സാക്ഷ്യമുള്ളവൻ. 5, വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവൻ. എന്ത്? വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവൻ. ചെറിയ വിശ്വാസമുള്ള, വലിയ വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം. അത്ഭുതം നടന്നാലും ഇല്ലെങ്കിലും, മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി.